വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമയാണെങ്കിൽ റൂമിൽ നിന്നും വലിയൊരു ബാഗ് എടുക്കുന്നുണ്ട്. തൻ്റെ അൽമാരയിൽ നിന്നും ബാഗ് എടുത്ത ശേഷം വക്കീൽ കൊടുത്ത ആ പേപ്പർ ബാഗിനകത്തേക്ക് വയ്ക്കുകയാണ്. എന്നിട്ട് അതും കൊണ്ട് ഹാളിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു എവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാഘവൻ നായരങ്ങ് മുഖം തിരിച്ച് ഇരിക്കുകയാണ്. തുടർന്ന് മുകളിലേക്ക് നോക്കി വിഷ്ണു വിഷ്ണു എന്നിങ്ങനെ 2 തവണ വിളിക്കുമ്പോൾ വിഷ്ണു മുകളിൽ നിന്നും താഴോട്ട് ഇറങ്ങി വരികയാണ്. ശ്യാമയും പിള്ളയും പൊന്നിയും കാർത്തിയും ഒക്കെ ഉണ്ട് അവിടെ. തുടർന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട്, മ്യൂച്വൽ ഡിവോഴ്സ് പേപ്പറിൽ ശാലിനി ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അന്നേരം ഭാമ വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ നിന്നെ പിന്നെ ആരും പിടിച്ച് ജയിലിലൊന്നും അടയ്ക്കത്തില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ വിഷ്ണു ഒരു ഒഴുക്കം മട്ടിൽ ഇല്ല അമ്മയെന്നിങ്ങനെ സത്യഭാമയുടെ മുഖത്ത് നോക്കാതെ പറയുകയാണ്. തുടർന്ന് സത്യഭാമയാണെങ്കിൽ ആ ബാഗ് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ കൂടെ സത്യഭാമയുടെ പുറകെ പോവുകയാണ്. തുടർന്ന് ഭാമ ആ ബാഗ് കാറിനകത്തേക്ക് വെച്ച ശേഷം ഡ്രൈവർ വണ്ടിയെടുത്ത് ഭാമ പോകുന്നുണ്ട്. അങ്ങനെ വിഷ്ണു ആകെ ടെൻഷനിൽ ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് കാർത്തികയും വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ശാലിനിയും മ്യൂച്വൽ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുമെന്ന് വിഷ്ണുവേട്ടന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒരിക്കലും ഇല്ല എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ ആകെ അങ്ങ് ടെൻഷനിലാണ്. ഇതിൻ്റെ മാലയൊക്കെ ഇങ്ങനെ ചുറ്റി പിടിക്കുന്നുണ്ട്. അന്നേരം പിന്നെ എന്തിനാ ഇത്രയും ടെൻഷൻ എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ അമ്മ ശാലിനിയുടെ ഒപ്പുമായിട്ട് തിരിച്ചു വരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെ സംശയിക്കേണ്ട ആവശ്യം എന്താണെന്ന് ഈ കാർത്തിക ചോദിക്കുന്നുണ്ട്. അന്നേരം അമ്മയുടെ സൂട്ട് കേസിൽ എന്താണെന്ന് അറിയില്ല, അമ്മ ഇക്കുറി എന്തായാലും വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ആ ടെൻഷനിൽ ഓർക്കുകയാണ്. പക്ഷേ വിഷ്ണു ഓർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് സത്യഭാമ റൂമിൽ നിന്നും തോക്കെടുത്ത് സൂട്ട് കേസിലേക്ക് വയ്ക്കുന്നതായിട്ട്. പക്ഷേ ഭാമ അതിലെന്താണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് കാണിക്കുന്നില്ല. ക്യാഷ് ആവാനാണ് സാധ്യത. അന്നേരം വിഷ്ണു ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ കാർത്തിക പുറകെ ചെന്നിട്ട് വിഷ്ണുവിൻ്റെ തോളിൽ ഇങ്ങനെ പിടിക്കാനായിട്ടൊന്ന് ആശ്വസിപ്പിക്കാനെന്നോണം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൈ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വേണ്ടാന്നുള്ള രീതിയിൽ കൈ അങ്ങ് പുറകോട്ട് വലിക്കുകയാണ്. തുടർന്ന് കാർത്തിക അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷേ വിഷ്ണു ആകെ ടെൻഷനിലാണ്. എന്തെങ്കിലും സൂത്രം ഒപ്പിച്ച് ശാലിനിയെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയോ ഇനി തോക്കം കൊണ്ടാണോ പോയിരിക്കുന്നത്, അങ്ങനെ കൊണ്ട് ശാലിനിയെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ച് വരുമോ എന്നൊക്കെയുള്ള ടെൻഷനിലാണ് വിഷ്ണു അവിടെ. തുടർന്ന് സത്യഭാമ പറഞ്ഞതനുസരിച്ച് ശാലിനിയാണെങ്കിൽ വഴിയിൽ ഭാമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തുടർന്ന് ഭാമ എത്തുന്നുണ്ട്. ആ ബാഗൊക്കെ പിടിച്ചാണ് ഭാമ ഇറങ്ങുന്നത്. ശാലിനി അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് സത്യഭാമ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അത് മനഃപൂർവ്വം തന്നെയാണ് ഞാൻ അങ്ങനെ വേണ്ടാന്ന് വെച്ചത്. നിനക്ക് വരാനായിട്ട് എൻ്റെ വീട്ടിലോ എനിക്ക് വരാനായിട്ട് നിൻ്റെ വീട്ടിലോ ഇനി തുറക്കാനായിട്ട് വാതിലൊന്നുമില്ല. അങ്ങനെ ഒരു കൂടിക്കാഴ്ച വേണ്ട. എന്നേക്കുമായി നിന്നെ പിന്നെ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്നും പടിയിറക്കി വിടാനാണ് എൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇറക്കി വിടാൻ പറ്റുന്നതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ ചോദിക്കുമ്പോൾ 2 വീട്ടുകാരും തമ്മിലുണ്ടാകുമ്പോഴേ ബന്ധങ്ങൾക്ക് മുറുകൽ കൂടുകയുള്ളൂ. ഇതൊരു പക്ഷേ അങ്ങനെയൊന്നും അല്ലല്ലോ. നീയാണ് എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി വന്നത്. എൻ്റെ മകനല്ല, നീയാണ് നിർബന്ധിച്ച് എൻ്റെ മകനെ കൊണ്ട് താലി കെട്ടിച്ചത്. എൻ്റെ ഇഷ്ടങ്ങൾ എന്നിട്ടും ഞാൻ നിന്നെ സ്വീകരിച്ചു. പക്ഷേ എൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ നടക്കില്ല. എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നീ എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ല. അതിനുശേഷം നിൻ്റെ തന്നിഷ്ടം പോലും നടക്കില്ല എന്നായപ്പോൾ നീ എങ്ങോട്ടോ പോയി, ആരോടും പറയാതെ, എൻ്റെ മകനോട് പോലും പറയാതെ പോയി. പിന്നെ നിൻ്റെ ഇഷ്ടം നോക്കി നീ തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഒക്കത്തൊരു കുഞ്ഞിനെയും കൊണ്ടുവന്നു. ആ കുഞ്ഞ് എൻ്റെ വീട്ടിലേതാണെന്ന് നീ പറയുന്നു. പക്ഷേ അതിന് തെളിവ് ചോദിക്കുമ്പോൾ നിനക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് ഇനി നീയുമായിട്ടുള്ള ബന്ധം തുടരാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ ശാലിനി ആകെ ദേഷ്യവും സങ്കടമൊക്കെ കടിച്ചു പിടിക്കുന്നുണ്ട്. തുടർന്ന് ചോദിക്കുകയാണ്, സത്യമ്മയ്ക്ക് ഇപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകൻ്റെ ജീവിതമാണ് വേണ്ടത്. ഒരു ഭാര്യ എന്ന രീതിയിൽ നീ എൻ്റെ മകന് ഒരിക്കലും സമാധാനം കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ്റെ ജീവിതത്തിലെ സുന്ദരമായൊരു ദിവസമായിരുന്നു. അവൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ഒരു പെണ്ണിനെ താലി കെട്ടിക്കൊണ്ടുവന്നു. പക്ഷേ ഒരു കഴിഞ്ഞ കഥയിലെ പ്രേതം പോലെ നീ അവനെ വീണ്ടും പിടിച്ചു മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നേക്കുമായി നീ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു തരണം എന്നിങ്ങനെ കർശനമായിട്ട് സത്യഭാമ പറയുകയാണ്. വിഷ്ണുവേട്ടനല്ലാതെ വേറൊരു പുരുഷനും എൻ്റെ ലൈഫിൽ എന്നിങ്ങനെ ശാലിനി പറഞ്ഞു തുടങ്ങുമ്പോൾ വേണ്ട, കൂടുതൽ സംസാരമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞ ആവശ്യം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് സത്യഭാമയാണെങ്കിൽ ശാലിനിയുടെ കാറിൻ്റെ ബോണറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് തൻ്റെ പെട്ടി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് തുറക്കുകയാണ്. അന്നേരം അതിൽ കാണിക്കുന്നത് കുറേ നിറച്ചും ക്യാഷാണ് കാണിക്കുന്നത്. അന്നേരം ഭാമ ആ റൂമിൽ നിന്നും എടുത്ത സീനും കാണിക്കുന്നുണ്ട്. റൂമിൽ നിന്നും കുറേ ക്യാഷ് എടുത്ത ബാഗിലേക്ക് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഭാമയുടെ ഒപ്പിട്ട ബ്ലാങ്ക് ചെക്കും വയ്ക്കുന്നുണ്ട്. പിന്നെ ഡ്രോയറിൽ നിന്നും എടുക്കുന്നത് മ്യൂച്വൽ പെറ്റീഷനുള്ള
പേപ്പർ മാത്രമാണ്. തോക്കൊന്നും എടുക്കുന്നത്, തോക്ക് ആ സൈഡിൽ തന്നെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും എടുക്കുന്നില്ല. അതൊക്കെ വിഷ്ണുവിൻ്റെ ഒരു പേടി മാത്രമായിരുന്നു, അമ്മ തോക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. തുടർന്ന് ഈ പെട്ടി നിറയെ ക്യാഷാണ്, ഇത് ഞാൻ പോകുന്നില്ല. പിന്നെ അതിൻ്റെ മുകളിലിരിക്കുന്നത് ഞാൻ ഒപ്പിട്ട ബ്ലാങ്ക് ചെക്കാണ്. നിനക്ക് എത്ര രൂപ വേണമെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും നിനക്ക് പിൻവലിക്കാം എന്നിങ്ങനെ പറയുകയാണ്. പകരമായിട്ട് നീ ഇതാ ഈ മ്യൂച്വൽ ഡിവോഴ്സ് പേപ്പറിൽ ഒന്ന് ഒപ്പിട്ട് തന്നാൽ മാത്രം മതി എന്നിങ്ങനെ പറഞ്ഞ് പേപ്പർ ഇങ്ങനെ ശാലിനിക്ക് നേരെ കാണിക്കുകയാണ്. എന്നിട്ട് ശാലിനി ഒരു നിമിഷം ഇങ്ങനെ ഷോക്കാവുന്നുണ്ട്. പക്ഷേ ശാലിനി പറയുകയാണ്, വിഷ്ണുവേട്ടൻ വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ പേര് കാർത്തിക എന്നല്ലേ, അവളുടെ പേരിൽ ഞാൻ ബ്ലാങ്ക് ചെക്ക് എഴുതിത്തരാം, എൻ്റെ വിഷ്ണുവേട്ടൻ എനിക്ക് തിരിച്ചു തരുമോ എന്ന് അവളോട് ചോദിക്കാൻ സത്യാമ്മയ്ക്ക് ധൈര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഇവിടെ നീയും കാർത്തികയും തമ്മിൽ ഒരു പോരിൻ്റെ ആവശ്യമൊന്നുമില്ല, നിൻ്റെയോ കാർത്തികയുടെ ഇഷ്ടമോ ഒന്നുമല്ല, വിഷ്ണുവിൻ്റെ ഇഷ്ടം അതാണ്. അവൻ നിന്നെ മറന്നു കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് അവൻ വേറൊരു പെണ്ണിനെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത്. നിന്നെ പണ്ടങ്ങോ സ്നേഹിച്ചിരുന്നു, അതുകൊണ്ട് നിന്നോടത് പറയാനായിട്ട് അവന് താല്പര്യമില്ല. അതല്ലേ നീ വന്ന് കെഞ്ചി ചോദിച്ചിട്ടും കാര്യങ്ങൾ ചോദിച്ചിട്ടും അവനൊരു അക്ഷരം മിണ്ടാതിരുന്നത്. അവൻ്റെ മുൻപിലൂടെ തന്നെയാണ് ഞാൻ ഈ പേപ്പറുമായിട്ട് വന്നത്, നിന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് കൊണ്ട് ചെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ ഒപ്പിട്ടാൽ അവനും ഒപ്പിടാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഈ പ്രാണനെ പോലെ ഞാൻ വിഷ്ണുവേട്ടനെ സ്നേഹിക്കുന്നുണ്ട്, അതിന് ഇന്നും ഒരു കുറവില്ല എന്നൊക്കെ പറയുമ്പോൾ, അത് നീ തന്നെയാണ് നഷ്ടപ്പെടുത്തിയത്. നീ 6 വർഷമാണ് എൻ്റെ മകൻ നിനക്ക് വേണ്ടി കാത്തിരുന്നത്, പക്ഷെ നീ അവനെ ചതിക്കുകയല്ലേ ചെയ്തത്. തിരിച്ചു വന്നപ്പോൾ നീ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു, ആ കുഞ്ഞിൻ്റെ കാര്യത്തിലുള്ള രഹസ്യം എന്താണെന്ന് അവൻ നിന്നോട് കെഞ്ചി ചോദിച്ചില്ലേ, എന്തിന് ഞങ്ങളുടെ മുമ്പിലല്ല അവൻ്റെ മുമ്പിലെങ്കിലും നിനക്കൊന്ന് സത്യം തെളിയിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശാലിനിക്ക് ഇങ്ങനെ ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. തുടർന്നും പറയുന്നുണ്ട്, നീ എന്തിന് ഭയക്കണം, അവനും കൂടി ഒപ്പിട്ടാൽ മാത്രമല്ലേ വിവാഹമോചനം നടക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ വിഷ്ണുവേട്ടനെ വീണ്ടും സ്നേഹിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ നീ വിഷ്ണുവേട്ടനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്ത് വേണം, എൻ്റെ പ്രാണനെങ്കിലും തരണമെന്ന് ചോദിക്കുമ്പോൾ, അത്രയ്ക്കൊന്നും നീ ബുദ്ധിമുട്ടണ്ട, ഈ ഒരു പേപ്പറിൽ നീ ഒപ്പിട്ട് തന്നാൽ മാത്രം മതി. ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ബാധിച്ച ഭാഗം മുറിച്ച് മാറ്റുമ്പോൾ വലിയൊരു വേദന ഉണ്ടാകും, പക്ഷേ അത് മറ്റു ഭാഗങ്ങളെ കൂടി ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു വേദന പോലെയാണ് വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ നീ കടിച്ചു തൂങ്ങി കിടക്കുന്നത്. പണ്ട് സ്നേഹിച്ചിരുന്നതുകൊണ്ട് നിന്നോട് പറയാനായിട്ട് അവന് ബുദ്ധിമുട്ടുണ്ട്. വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ ഓർമ്മയിൽ പോലും നിന്നോടുള്ള ഇഷ്ടമോ സ്നേഹമോ ഒന്നുമില്ല, പിന്നെ നീ എന്തിനാണ് കടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്നൊക്കെ അങ്ങ് ചോദിക്കുമ്പോൾ ശാലിനി അങ്ങ് ആകെ വിഷമിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിനോട് നിനക്ക് ഇപ്പോഴും പണ്ടത്തെ പോലെ സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ നീ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരികയാണ് വേണ്ടത്, ഇതിലൊരു ഒപ്പിട്ടാൽ മാത്രം മതി. പിന്നെ സത്യഭാമയായിട്ടല്ല, വിഷ്ണുവിൻ്റെ അമ്മയായിട്ടാണ് ഞാൻ നിൻ്റെ മുമ്പിൽ വന്ന് അപേക്ഷിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, എങ്കിൽ ഞാൻ ഒപ്പിട്ട് തരാം എന്ന പോലെ, എന്ന് വെച്ചാൽ വിഷ്ണുവിനെ തന്നെ വേണ്ട എന്നൊക്കെ അങ്ങ് ഭാമ പറയുമ്പോൾ ശാലിനി അവിടെ അങ്ങ് വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ വിഷ്ണു വേറൊരു വിവാഹം കഴിച്ച് കൊണ്ടുവന്നത് എന്നൊക്കെ അങ്ങ് ശാലിനി തൻ്റെ മനസ്സിനെ അങ്ങ് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. തുടർന്ന് ഒപ്പിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് സത്യഭാമയുടെ കയ്യിൽ നിന്നും ശാലിനി ആ പേപ്പർ വാങ്ങുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനെ കുറിച്ചൊക്കെ കുറേ ഓർമ്മകളൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. അതിനുശേഷം കണ്ണൊരു നിമിഷം ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് മനസ്സിനിങ്ങനെ ധൈര്യം കൊടുക്കുന്ന പോലെ ആയിട്ട് ശാലിനി ആ പേപ്പറിലേക്ക് ഇങ്ങനെ ഒപ്പിടുകയാണ്. അത്രയുമാണ് പുതിയ എപ്പിസോഡിൽ കാണിക്കുന്നത്. അങ്ങനെ സത്യഭാമ ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുകയുമാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. പക്ഷേ തുടർന്ന് ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അതിൽ കാണിക്കുന്നത് സത്യഭാമയാണെങ്കിൽ ആകെ സന്തോഷത്തിൽ ഈ പേപ്പർ വീട്ടിലേക്ക് കൊണ്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിൽ ശാലിനി ഒപ്പിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ ഇങ്ങനെ രാഘവൻ നായരുടെ മടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. പക്ഷേ ആ പേപ്പർ അങ്ങോട്ട് രാഘവൻ നായർ എടുത്ത് നോക്കുമ്പോൾ രാഘവൻ നായർ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് പിന്നെ ശ്യാമയും പിള്ളയും പിന്നെ പൊന്നിയും വിഷ്ണുവും വരെ അത് വായിക്കുന്നുണ്ട്. അന്നേരം അത് ശാലിനി വേറെന്തോ ചെയ്തു വച്ചിരിക്കുന്നതാണ് അതിൽ. അത് അടുത്ത എപ്പിസോഡിലാണ്, അത് കാണാം. ഓക്കെ, താങ്ക് യു.